മൈ വെന്യൂ. അപ്പോൾ ഇന്നും ഒരു ഓഫർ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഉള്ള എയർലൈൻ കുർത്തീസിന്റെ കുറച്ച് കാണിക്കുന്നത്. അത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്നും എല്ലാം പല റേറ്റിലുള്ളതുണ്ട്. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പറയുന്ന പോലെ ഹാൻഡ് വർക്ക് ഉള്ളതുണ്ട്, പല മെറ്റീരിയൽസിന്റെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അത് നമുക്ക് അപ് ടു ചിലതെല്ലാം XXL വരെയുള്ള സൈസസ് ആയിരിക്കും. മീഡിയം ടു സ്മോൾ, മീഡിയം ടു ആ ഒരു സൈസിലിട്ടായിരിക്കും. അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് ഓരോന്നിന്റെയും റേറ്റ്സ് ഡിഫറൻറ്റ് ആയിരിക്കും. ഫസ്റ്റ് തന്നെ ഇതുപോലെ നല്ലൊരു കോഫി കളറിലോട്ട്, ഞാനിപ്പം ഇങ്ങനെ നിന്ന് കാണിക്കുമ്പോൾ നല്ല ലോങ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല അടിപൊളി കേട്ടോ. ഇതിന്റെയൊക്കെ നെക്ക് കണ്ടോ, നല്ല രസം. നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇതാ ഈ ഒരു വി നെക്ക് വെച്ചിട്ട് ഇതേപോലെ നല്ല കോഫി കളറിലോട്ട് വരുന്ന എയർലൈൻ വിത്ത് ഈ ഫ്രണ്ടിലോട്ട് ഒരു പ്ലീറ്റ്സ് വരുന്ന പാറ്റേൺ ആണ്. 48 ലെങ്ത് ആണ്. ഫസ്റ്റ് തന്നെ ഇത്. സെക്കൻഡ് വൺ വന്നേക്കുന്നത് ഇതൊക്കെ ലേറ്റസ്റ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ആലിയ കട്ട് പാറ്റേണിലോട്ട്, ഇതേപോലെ ആലിയ കട്ടിലോട്ട് ഇതാ ഇതേപോലെ നല്ല അടിപൊളി ഒരു യെല്ലോ കളറിൽ. ഇതിന്റെ യോക്ക് പോർഷനിലുള്ള ഫാബ്രിക് പ്യുവർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ, അവിടെ നല്ല സ്റ്റീം അയൺ ചെയ്താൽ മതി. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആലിയ കട്ട് പാറ്റേണിലോട്ട്. ഇത് എല്ലാത്തിന്റെ റേറ്റ്സ് ഡിഫറെന്റ് ആയതുകൊണ്ട് ചോദിക്കുക. പിന്നെ വന്നിട്ട് ഇതും പ്യുവർ ആണ്, ഡ്രൈ വാഷ് ചെയ്യണം. ഈ ജോർജറ്റ് യൂസ് ചെയ്തേക്കുന്ന പ്യുവർ ആണ്. നല്ല ഭംഗിയായിട്ടോ. ഇതിന്റെ യോക്ക് വെച്ചേക്കുന്നത് പ്യുവർ ബനാറസിയാണ്. ഇതിനകത്തോട്ട് ഈ വെച്ചേക്കുന്ന പ്യുവർ ബനാറസിയുടെ വീവിംഗ് ആണ്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല രസമാട്ടോ. ഇത് നല്ല റെഡിഷ് മെറൂൺ കളറാണ്, പ്യുവർ ഫാബ്രിക് ആണ്. ഇതുപോലെ ഇതും ഡ്രൈ വാഷ് ചെയ്യണം. ഇത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. പിന്നെ വന്നേക്കുന്ന ഇത് എയർലൈൻ പാറ്റേണിലോട്ട് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല നേവി ബ്ലൂ കളറിലോട്ട് യോക്കിൽ ഇതേപോലെ നല്ലൊരു ഡിസൈൻ ഫാബ്രിക് നെറ്റിൽ വെച്ചിട്ട് നല്ല അടിപൊളി. ഇതൊക്കെ ലേറ്റസ്റ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതൊരു പാറ്റേൺ. പിന്നെ വന്നേക്കുന്ന ഇത് നമ്മൾ മസ്ലിൻ, സെമി മസ്ലിൻ ഫാബ്രിക്കിൽ, പ്യുവർ മസ്ലിൻ ഫാബ്രിക്കിലോട്ട് ആലിയ കട്ട് പാറ്റേണിൽ ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ട്. ഇത് നമ്മൾ കുറെ പീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എല്ലാ സൈസസും ഉണ്ട് ഇതിന്റെ. ഇതുപോലെ ആലിയ കട്ട് പാറ്റേണിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് എയർലൈനില്. പിന്നെ വന്നേക്കുന്ന ഇതും പ്യുവർ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഷോപ്പിൽ സിംഗിൾ പീസ് ആയിട്ട് ചെയ്തിട്ടേക്കുന്നതാണ്, ഷോപ്പിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് കാണിക്കുന്നത്. അപ്പൊ ഇതും നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. അത് പ്യുവർ ആണ്. ഇതിന്റെ താഴോട്ടുള്ള ബോർഡർ കണ്ടോ, ഇതൊക്കെ പ്യുവർ. ഇതിനകത്തോട്ട് ഒരു നല്ല വീവിങ്ങും ഇതൊക്കെ വന്നേക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ നെക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡും ഇതിന്റെ പ്ലെയിൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഇതേപോലെ നല്ല ഫാബ്രിക് ആണ് കേട്ടോ. ഇതും നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം, പ്യുവർ ആയതുകൊണ്ട്. കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നു. ഇതിന്റെ മൊഡാൽ സിൽക്കില് വിത്ത് ബോർഡർ വരുന്ന, ഇത് നല്ല ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പീസായിരുന്നു. പക്ഷെ നമുക്ക് അതിന്റെ സൈസ് വലുതുണ്ടാവില്ല, അപ് ടു XL മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ താഴോട്ട് ഇതേപോലെ ബോർഡർ വന്നിട്ട് നല്ല മൊഡാല്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്. അതിന്റെ പ്രിന്റ് കണ്ടോ, ഇതുപോലെ വരുന്ന. ഓക്കെ, അതുപോലെ തന്നെ മൊഡാല് ഇതാ അടുത്തത്. ഇതും മൊഡാല് തന്നെയാണ്. ഇതിന്റെ പ്രിന്റ് കണ്ടോ, ബ്ലാക്കിലോട്ട് ഇതേപോലെ ഇതാ നല്ല അടിപൊളിയായിട്ട്. ഇതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുപോലെ ഉണ്ടാവും അതിന്റെ പ്രിന്റ് വന്നിട്ട്. ഇത് നമുക്ക് അപ് ടു XXL വരെ ഉണ്ടാവും ഇതുപോലെ. ഓക്കെ, അടിപൊളി. അത് പിന്നെ വന്നിട്ട് ഇതൊരു കോട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല ഇതും ലേറ്റസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഷോപ്പിൽ ചെയ്തിട്ടത്, അല്ലാതെ നമ്മൾ ഇതിവിടെ ഇരുന്ന് പഴയതൊന്നുമില്ല. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വി നെക്കിലോട്ട് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് ഇതുപോലെ. ഇതിന്റെ ബോട്ടം വേണമെങ്കിൽ ഉണ്ട്, അത് ഞാൻ ബോട്ടം ഓഫറിൽ കാണിക്കുന്നില്ല, അത് സെപ്പറേറ്റ് ആണ്. ഇതുപോലെ നല്ല എയർലൈൻ പാറ്റേണിലോട്ട്. ഇത് പ്രീമിയം കോട്ടൺ ആണ്, അടിപൊളിയാണ്. ഇതുപോലെ ഇതിന്റെ ഒരു ഡിസൈൻ കണ്ടോ, ഇതുപോലെ. ഇതിന്റെ പിൻടെക് ഉള്ളത് നമ്മൾ ഇട്ടായിരുന്നു. അതിന്റെ തന്നെ പിൻടെക് ഇട്ട ഡിസൈൻ ആണ് കേട്ടോ. ഇതുപോലെ ആ സെയിം ഫാബ്രിക് തന്നെ ഇതേപോലെ പിൻടെക്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചോന്നേ ഉള്ളൂ ഇതിന്റെ കൂടെ. ഇത് ഫുള്ളി അടിപൊളി മെറ്റീരിയൽ ആണ്, അത്ര നല്ല ഫാബ്രിക് ആണ്. നമ്മൾ ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വി നെക്ക് ആണ് ഇതേപോലെ വന്നിട്ട്. ഇതിനിപ്പോ ബോട്ടം കൂടെ ഞാനിപ്പോ ഇത് ഇവിടെ ഇട്ട പീസാണ്, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ കണ്ടോ, പിൻടെക് ഇട്ടിട്ട് ഇതിന്റെ ബോട്ടം പെയർ ചെയ്തേക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ബോട്ടൊക്കെ സെപ്പറേറ്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഈ പിൻടെക് ഇട്ട് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഇതിന്റെ ഒരു മോഡലായിപ്പോൾ കാണിച്ചു എന്നേ ഉള്ളൂ. അടിപൊളി കോട്ട് സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം ഇത് പിന്നെ ഈ മൊഡാൽ സിൽക്കിന്റെയും ഇതും നമുക്ക് ലാസ്റ്റ് പീസാണ്. അതുപോലെ ഞാൻ ഓഫറിൽ ഇട്ടത്, അതുകൊണ്ടാണ് ജസ്റ്റ് ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് ഇട്ടത്. ഇതുപോലെ ഉണ്ട് കണ്ടോ. മൊഡാൽ സിൽക്കില് ഈ ഒരു കളർ ഇൻവേർഡ് പ്ലീറ്റ് വെച്ചിട്ട് എയർലൈൻ വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഇതേപോലെ കണ്ടോ, നല്ല അടിപൊളി പാറ്റേൺ ആണ്. ഇതുപോലെ ഓക്കെ, പഫ് സ്ലീവ് ഉണ്ടോ, ചെറിയ താഴോട്ടാണ് പഫ് വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതും ഇവിടെ ഷോപ്പിൽ ഇപ്പോൾ കോട്ട് സെറ്റുകൾ ചെയ്തിട്ട കൂട്ടത്തിൽ ലാസ്റ്റ് വന്ന പീസാണ്. ഇതിന്റെ ബോട്ടം ഉണ്ട്, ഇത് ഇതേപോലെ ഉണ്ട് ബോട്ടം. ഇതൊരു ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഇതിന്റെ താഴോട്ട് ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതുപോലെ നല്ല ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ട് ബാക്ക് സൈഡും ഫ്രണ്ടും ഇലാസ്റ്റിക് വെച്ചിട്ട് വിത്ത് ബോട്ടം ആണ്. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഷോപ്പിൽ ചെയ്തപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ പീസായിട്ട്
മാത്രം വന്നുകൊണ്ട് ഇങ്ങനെ ഇടുന്നതാണ്. ഇതുപോലെ ഇതൊരു നല്ല സെമി സിൽക്ക് ഫാബ്രിക്കിലോട്ട് യോക്കിലോട്ട് ഇതിന്റെ ബനാറസിയുടെ ഇതാ കൊടുത്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ ഇതാണ് ശരിക്കും ഒരു എന്താ പറയാ പ്യുവർ റോസ് സിൽക്കിന്റെ ലുക്കാണ് ഇതിന് വരുന്നത്. നല്ല യെല്ലോ കളറാണ്, ലൈറ്റ് യെല്ലോ ആണ്. യോക്കിലോട്ട് എന്താ പറയുക ഡാർക്ക് യെല്ലോ. അതിന് ബോട്ടം വേണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാം. പിന്നെ ഇത് വന്നേക്കുന്നത് 3 പീസ് സെറ്റ് ആയിട്ടാണ്. ഇത് ഇതാ ഇതുപോലെ ടോപ്പും ബോട്ടവും ദുപ്പട്ട. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാ ഇത് ബോട്ടം വരുന്നത്. ഇത് പിന്നെ ഇതിന്റെ ദുപ്പട്ട വരുന്നത്. ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഓക്കെ, ഇതൊരു പീസ്. പിന്നെ വന്നേക്കുന്ന ലാസ്റ്റ് ഇത് വന്നിട്ട് ഇതാ ഇതും 3 പീസ് സെറ്റ് ആയിട്ടാണ് കേട്ടോ. ഇതിന്റെ ബോട്ടം ഇതാണ് ഇതിന്റെ ബോട്ടം വന്നേക്കുന്നത്. ഇത് ബോട്ടം, ഇത് ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതുപോലെ 3 പീസ് മൊഡാലാണ്. ഇതുപോലെ ഇത് സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഇൻവേർട്ടഡ് സൈഡ് കുറച്ച് ഫ്ലെയർ വരുന്ന സ്ലിറ്റ് ഉള്ളത്. ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് ഇതിന്റെ ഇത് കണ്ടോ, യോക്കിലെ ഡിസൈൻ കണ്ടോ. ഇതുപോലെ നല്ല രസമാണ്, പ്യുവർ മൊഡാലാണ്. ഇതാ ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് ഇതേപോലെ നല്ല രസമായിട്ട് നെക്കൊക്കെ അടിപൊളി, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. വിത്ത് ലൈനിങ് ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, വിത്ത് ലൈനിങ് ആണ്. ഇത് ഹാഫ് ലൈനിങ് ആണ് കേട്ടോ. യെസ്, വിത്ത് ഹാഫ് ലൈനിങ് ആണ്. പിന്നെ വന്നിട്ട് ഇതാണ് ഇതാ ഇതും മഷ്റൂം സിൽക്ക് ആണ്. ഇതിന്റെ പ്ലസ് സൈസ് ഇല്ല കേട്ടോ, ലാർജ് വരെയുള്ളൂ. മീഡിയം സ്മോൾ ആ ലാർജ് പ്യോർ നല്ല മഷ്റൂം സിൽക്ക് എന്നും ഗച്ചി സിൽക്ക് എന്നൊക്കെ പറയും. ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഭയങ്കര തിക്നെസ് ആണ് ഇതിന്, ലൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല ഇതിന്. ഓക്കെ, ഇത് പിന്നെ വന്നിട്ട് ലാസ്റ്റ് ഇത് നമ്മൾ ഹൈലോ ഫാഷനിൽ ചെയ്തേക്കുന്നതാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നോർമൽ വേണം എന്നുള്ളവർക്ക് തരാം. ഇത് നല്ലൊരു പാറ്റേൺ ആണ് കണ്ടോ, അടിപൊളി. ഇതുപോലെ നല്ല ഇത് ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ, പേൾ കൊണ്ടുള്ള വർക്ക്. ഇത് കണ്ടോ, ഫുള്ളി പേൾസ് വെച്ചിട്ടുള്ള വർക്കാണ്. പ്യുവർ മൊഡാലിലേക്ക് വർക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് അന്ന് ഞാൻ ചെയ്ത സമയത്ത് ഒത്തിരി എൻക്വയറി ഉള്ള പീസായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ ഇട്ടായിരുന്നതാണ്. എന്നിട്ട് ഇത് നല്ല റെഡ് കളറിലോട്ട് ഹാൻഡ് വർക്ക് വന്ന അടിപൊളി പീസാണ്. ഇതുപോലെ നല്ല റെഡിഷ് മെറൂൺ കളറിലോട്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ഒക്കെ ആയിട്ട് ബാക്ക് സൈഡ് ഇതുപോലെ ലുക്കും ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഇതുപോലെ. ഓക്കെ, അപ്പം ഇത്രയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 1 വീക്കിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ.